ഇപ്പോൾ നോക്കൂ, ആ നടുവിൽ മനാഫ് അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോഴും ഈ മൺകൂനയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു കിടക്കുകയാണ്. അന്ന് കണ്ടതുപോലെയല്ല. അതെ അതെ അതെ, ആദ്യമൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു മൺകൂന ഇതിപ്പോൾ അവിടെ നിന്ന് മുങ്ങിയെടുത്തതാണ് മനാഫ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ പുഴയിലെ മുങ്ങിത്തപ്പലിൽ നിന്ന് എന്തോ ഒരു വസ്തു കണ്ടെടുത്തിട്ടുണ്ട്. അത് ഒരു വാഹനത്തിന്റെ ഭാഗമാണ്. ഡോറിന്റെ ഇത് ഹൈഡ്രോളിക് ജാക്കിയാണോ? ഇല്ലല്ല, ഒരു ഡോറിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരു സാധനം കാണുന്നുണ്ട്. അത് ഞങ്ങളോട് സംസാരിച്ചും കൊടുക്കുക. ജാക്കി കിട്ടിക്കണ്. ഹലോ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. മനാഫ് ഒന്ന് നോക്കൂ. ഞാനിതാ നോക്കി കൊടുക്കാം. അത് നമ്മുടെ വാഹനത്തിന്റേതാണോ? നമ്മളതാണ്. മുബിനെ വിളിക്കും. അത് ഹലോ, ഇത് നമ്മളെ ജാക്കിയാണ്. അത് അർജുന്റെ വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്കിയാണ്. അതെ അതെ മനാഫ്, അത് അർജുൻ, അതായത് നമ്മുടെ അർജുൻ ഓടിച്ച ഭാരത് ബെൻസിന്റെ ജാക്കിയാണ്. നോക്കേണ്ട ആവശ്യമില്ല. ഏത് കളറാ ഇത്? ಯಾವ കളർ ಇದು? ഹലോ, റെഡാ? ഹലോ, ഇത് നമ്മളെ തന്നെ ആണ്. എന്നാലും ചോദിച്ചാൽ മുബിന് ചോദിച്ചാൽ ചോപ്പ് ജാക്കി നമ്മളതല്ലേ? അടയാളം എന്തെങ്കിലും നോക്കിയാൽ ഇപ്പോൾ അല്ല, അത് പുതിയ ജാക്കിയാ. വണ്ടി പുതിയ വണ്ടിയല്ലേ? മുബീനോടൊന്ന് ചോദിക്കൂ. മുബീനുണ്ടല്ലോ. 80% ഉറപ്പാ. ഒരു 80% നമ്മൾ തന്നെ. 80%. ഹലോ, ഇതിനൊപ്പം പതിച്ചിരിക്കുന്നത് ഒരു ടാങ്കർ ലോറിയാണ്. രണ്ടിന്റെയും സമാനമായിരിക്കും. ഇപ്പൊ 2 സാധനം കിട്ടി ഓൾറെഡി. ഈശ്വർ മൽപ്പയ്ക്ക് 2 സാധനം കിട്ടി. ഒന്ന് അതില് ഹലോ, ഞാൻ വിളിക്കാം മാഡം. ഹലോ, ശരി മനാഫ്. മനാഫും മുബീനും ഇപ്പോൾ ആ സ്ഥലത്തുണ്ട്. അഭിലാഷ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജാക്കി അത് ഈ വാഹനത്തിന്റേതാണോ? ആണ് പുതിയതാണ്. എനിക്ക് തീർച്ചയായിട്ടും അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ ജാക്കി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെയാണ് പറയുന്നത്. മനാഫടക്കം ആളുകൾ ഇവിടെയുണ്ട്. അവർ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം പുതിയ ലോറിയാണ്. ലോറിയുടെ അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഈ ജാക്കി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈശ്വർ മൽപ്പ നടത്തിയിരിക്കുന്ന പരിശോധനയ്ക്ക് ചില റിസൾട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് പുഴയോട് ചേർന്നിരിക്കുന്ന ആ തീര മേഖലകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്.